കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹം ലവ് ജിഹാദ് അല്ലെന്നും കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും രാഹുൽ ഈശ്വർ വിഷയത്തിൽ മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ഗണപതുമായി സംസാരിച്ചു. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് തങ്ങളെ കുടുക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രഥം ദുബൈക്കെതിരെ കേസെടുക്കണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടതായും രാഹുൽ ഈശ്വർ അറിയിച്ചു. മുഖ്യമന്ത്രി, DGP, എറണാകുളം പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ രേഖകൾ പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നും അതിനാൽ പെൺകുട്ടിയെ വീണ്ടെടുക്കണമെന്ന് മധ്യപ്രദേശ് പോലീസ് അറിയിച്ചെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 48 മണിക്കൂറായി വലിയ രീതിയിലൊരു പ്രതിസന്ധിയിലൂടെയാണ് മൊണാലിസയും ഫർമാനും കടന്നു പോകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത് മൊണാലിസയെ കൊടുക്കാൻ, മൊണാലിസയും ഫർമാനും തമ്മിലുള്ള വിവാഹം തെറ്റിക്കാൻ, ഇവരെ പിരിക്കാൻ, മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാൻ ഉന്നത തലത്തിൽ അല്ലെങ്കിൽ ശക്തരായ പല ആൾക്കാർ, പോലീസുകാരല്ല, പോലീസുകാർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടി വരുന്നതാണ്, ശക്തരായ പല ആൾക്കാരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പവർഫുൾ പീപ്പിൾ, പവർഫുള്ളായ കുറേ ആൾക്കാർ ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ഗവൺമെന്റ് ഡോക്യുമെന്റ്സ്, അതിൽ ഈ പെൺകുട്ടിക്ക് ഇലക്ഷന് വോട്ടിങ്ങിനടക്കം ഈ പെൺകുട്ടിക്ക് റൈറ്റ് എന്നുള്ള മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ബോധപൂർവം ഈ കുട്ടിയുടെ അനിയന്റെ ജന്മദിനം ഈ കുട്ടിയുടെ ജന്മദിനമായി മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും ഫർമാനെ കൊടുക്കാനും മൊണാലിസയെ തിരിച്ചു കൊണ്ടുപോകാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. 18 വയസ്സ് ഇവർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്.